ഹായ്, ഇന്ന് നമുക്കൊരു ചിക്കൻ മഞ്ചൂരിയൻ ഉണ്ടാക്കാം. അത് ഒത്തൻറ്റിക് ചൈനീസ് രീതിയിലല്ല, നമ്മുടേതായ രീതിയിൽ എനിക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന, ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നമുക്ക് നോക്കാം. ഇത് 1 കിലോ ചിക്കനാണ്. കഴുകി ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതിങ്ങനെ നമ്മൾ ക്യൂബ് സൈസിൽ കട്ട് ചെയ്യണം. പിന്നെ ഇത് കട്ട് ചെയ്തതിന് ശേഷം 1 സ്പൂൺ തൈരും 1 സ്പൂൺ വിനാഗിരിയും ഉപ്പും ചേർത്ത് 1 മണിക്കൂർ പുരട്ടി വെക്കണം. എന്നിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് വൃത്തിയാക്കി എടുത്ത 1 കിലോ ചിക്കനാണ്. ഈ ചിക്കൻ പുരട്ടി വെക്കുവാൻ വേണ്ടി നമുക്കൊരു മസാല തയ്യാറാക്കാം. 2 സ്പൂൺ കോൺഫ്ലവർ, 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഇത് സ്വീറ്റ് ചില്ലി സോസ് ആണ്, അതിൽ 2 സ്പൂൺ. ഇത് സോയാ സോസ് ആണ്, സോയാ സോസും 2 സ്പൂൺ. സോസിൽ ഉപ്പുണ്ട്, അതുകൊണ്ട് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്യാം. നമ്മളിതിൽ വെള്ളം ആഡ് ചെയ്തിട്ടില്ല. സോയാ സോസിൻ്റെയും ചില്ലി സോസിൻ്റെയും ഒക്കെ വെള്ളം കൊണ്ട് ഇത് നനഞ്ഞു വന്നതാണ്. ഇനി നമുക്ക് ഇതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരു 20 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നമ്മൾ ചിക്കൻ മഞ്ചൂരിയൻ ബോൺലെസ് ചിക്കൻ്റെ കൊണ്ട് ഉണ്ടാക്കും. ഇത് പക്ഷേ ഇതിപ്പോൾ ഞാൻ എല്ലോട് കൂട്ടി ഇതും കൂടെ എടുത്തിട്ടുണ്ട്. നമുക്ക് രണ്ടാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം. ഇതിനി റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടെ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് എയർ ഫ്രയറിലാണ് നമ്മൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്യുന്നത്, ഓയിലല്ല. എയർ ഫ്രയറിൽ നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കും. നമുക്ക് ഈ ചിക്കൻ ഇനി 180 ഡിഗ്രിയിൽ 25 മിനിറ്റ്സ് വെക്കാം. ചിക്കൻ റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്കൊരു സോസ് തയ്യാറാക്കാം. ഇനി ഒരു ബൗളിലോട്ട് ഒരു ഗ്ലാസ് തിളച്ച വെള്ളമാണ്. ഇതിലേക്ക് 2 സ്പൂൺ സോയാ സോസ്, കെച്ചപ്പാണ്, അത് 2 സ്പൂൺ, 2 സ്പൂൺ ചില്ലി സോസ്, മിക്സ് ചെയ്ത് വെക്കാം. 2 സ്പൂൺ കോൺഫ്ലവർ, 1 സ്പൂൺ വെള്ളത്തിൽ നമ്മളിങ്ങനെ മിക്സ് ചെയ്തിട്ട് കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് നമ്മൾ ഈ സോസിലോട്ട് ഒഴിച്ചു കൊടുക്കാം. മിക്സ് ചെയ്ത് നമുക്കിവിടെ മാറ്റി വെക്കാം. പാൻ ഇപ്പം ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ സൺഫ്ലവർ ഓയിൽ, വെളിച്ചെണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കല്ലേ. വേറെ ഏത് വെജിറ്റബിൾ ഓയിലായാലും കുഴപ്പമില്ല, വെളിച്ചെണ്ണ ഒഴിക്കല്ലേ. നമ്മളിപ്പോൾ സോസ് നല്ലതായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ആ സോസിലോട്ട് ഇനി നമുക്ക് 1 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എണ്ണ ഇപ്പം ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ഒരു ചെറിയ പീസ് ഇഞ്ചി പൊടിയായിട്ട് കൊത്തിയരിഞ്ഞത്, 4 വെളുത്തുള്ളി കനം കുറച്ച് വട്ടത്തിലരിഞ്ഞത്, 3 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, 2 സവോളയാണ്. അത് 1 സവോളനെ നമ്മൾ 4ആയിട്ട് കട്ട് ചെയ്തിട്ട് അതിനെ ഹാഫാക്കി എടുത്തതാണ്. എന്നിട്ട് അതിനെ ഇങ്ങനെ ഓരോ പീസായിട്ട് ഇങ്ങനെ വിടുവിച്ചെടുക്കണേ. സവോളനെ ഇങ്ങനെ ലെയറായിട്ട് വിടുവിച്ചെടുത്തതാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്കിനി സവോള ഇട്ട് കൊടുക്കാം. നമ്മൾ ചിക്കനിലും സോസിലും സോയാ സോസിലൊക്കെ ഒരു ഉപ്പുണ്ട്, അതുകൊണ്ട് സവോളയ്ക്ക് ആവശ്യമായ ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കാം. സവോളയൊക്കെ ചെറുതായിട്ട് വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ക്യാപ്സിക്കം, അതും സവോള പോലെ തന്നെ ക്യൂബായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട് എയർ ഫ്രയറിൽ. ഇനി എയർ ഫ്രയർ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ട് അതിൽ ചിക്കൻ ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരുപാട് ഫ്രൈ ആക്കല്ലേ, നമ്മൾ ചിക്കൻ ഫ്രൈ പോലെ ആക്കല്ലേ, ഷാലോ ഫ്രൈ മതി. ഇനി നമുക്ക് ഇതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇപ്പം നന്നായിട്ട് സവോളയും ക്യാപ്സിക്കും ഒക്കെ ആയിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ ഈ സോസ് ഒഴിച്ചു കൊടുക്കാം. സോസ് ഒഴിക്കുന്നതിന് മുമ്പ് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ. ഒരു 1/2 ഗ്ലാസ് തിളച്ച വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് നമുക്ക് നല്ല ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല തിക്ക് ഗ്രേവി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 പിടി മല്ലിയില അരിഞ്ഞിട്ട് കൊടുക്കാം.
സ്പ്രിംഗ് ഒനിയൻ ഉണ്ടെങ്കിൽ സ്പ്രിംഗ് ഒനിയനും ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല, മല്ലിയിലയുള്ളൂ. ഈ സമയം നമുക്ക് ഉപ്പൊക്കെ ചെക്ക് ചെയ്യാം. ഉപ്പൊക്കെ എൻ്റെ ഇപ്പോൾ പാകമായിട്ടുണ്ട്. നമുക്ക് കറി റെഡിയായി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ചിക്കൻ മഞ്ചൂരിയൻ ഇപ്പം റെഡി ആയിട്ടുണ്ട്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ മേടിക്കുന്ന ഒരു ടേസ്റ്റ് ഉള്ളൊരു കറിയാണ്. ഞാനിത് പൊറോട്ടയുടെ കൂടെ കഴിക്കാം. നമുക്കിത് പിന്നെ ഫ്രൈഡ് റൈസ്, ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയാണ്. നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യണം. ഇതൊരു സിമ്പിൾ റെസിപ്പിയാണ്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. താങ്ക് യു. ബൈ ബൈ. സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ.